فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون فإذا دخلتم بيوتا നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫസല്ലിമു അലാ അൻഫുസികും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സലാം പറഞ്ഞേക്കണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ശരീരത്തോട്, ശരീരം എന്റെ കൂടെ അല്ലെങ്കിലേ ഉണ്ടല്ലോ. വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്നോട് ഒറ്റക്കങ്ങനെ പറഞ്ഞിടന്നാ മതിയോ? ഇതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരോട് പറയുന്ന സലാം എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ദുആയല്ലേ അത്? അത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന സലാമ. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, അല്ലാഹുവിൽ നിന്ന് ബറക്കത്തുള്ള അല്ലാഹുവിന്റെ ആ ഒരു ഗ്രീറ്റിംഗ്. തഹിയ്യ എന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ്, അല്ലാഹുവിന്റെ ഗ്രീറ്റിംഗ് അതും കൊടുത്തേക്കണം. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കയറി ചെന്നിട്ട് പിന്നെ അസ്സലാമു അലൈക്കും അല്ല, ചെല്ലുമ്പോഴേ സലാം പറഞ്ഞിട്ടും കയറിയേക്കും. മുമ്പ് അല്ലാഹു പറഞ്ഞതാണ്. 2 ആയത്തും കൂടെ കഴിഞ്ഞ് സൂറ അവസാനിപ്പിക്കാൻ നാം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ. സലാം പറയാൻ മറക്കരുത് കേട്ടോ. സല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. അല്ലാഹു നിങ്ങൾക്കിങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ്. സലാം പറയണം. ഒരു വിഷയം നമ്മൾ സലാമിലൂടെ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ദുആ ആണ്. അത് അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തും. നമ്മളൊരു ദിവസം 30 കോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും എന്നാ പറയേണ്ടത്. മറുപടി പറയണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി പറയുന്ന ആൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, മടക്കുന്ന ആള് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞു. ഇനി ഒരാൾ മുഴുവൻ അങ്ങ് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത്രയേ ഉള്ളൂ. പിന്നെ വമഗ്ഫിറതുഹു വജന്നതുഹു അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതെന്തില്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സലാമിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ദ്വാരക്കിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പറഞ്ഞാൽ അള്ളാന്റെ മലക്കൾ രേഖപ്പെടുത്തല്ലേ. നമ്മൾ ഫോൺ ചെയ്തു ഹലോ, അള്ളാന്റെ മലക്കൾ അപ്പം നോക്കും, പഠിച്ചോനെ ഈ ഹലോ എന്നതിന് കൂലി അള്ള വെച്ചിട്ടുണ്ടോ? നോക്കുമ്പോ കാണുന്നില്ല. ബോൺജൂർ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതിനൊന്നും കൂലി അള്ള കുഴപ്പമൊന്നുമില്ല, മോശമല്ല. പക്ഷെ അതിന് കൂലി എഴുതേണ്ടതുണ്ടോ? ഇല്ല. അസ്സലാമു അലൈക്കും, യാ അല്ലാഹ്, ഒരു സലാം പറഞ്ഞു. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 കൂലി. കടക്കട്ടെ 10 കൂലിയായി. 10 കോള് വന്നാൽ 100 കൂലി കിട്ടിയ ഒരു ദിവസം. ഒരു ഇൻകമിങ് ഔട്ട് ഗോയിങ്ങും അങ്ങനെ 10 കിട്ടിയാൽ എത്രയായി? 20, 200 കൂലിയായി. എത്ര ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ഒരു അസ്സലാമു അലൈക്കും പറയാം. ആളുണ്ടോ അല്ലേ എന്നൊക്കെ അറിയാൻ ഹലോ എന്നൊക്കെ തുടങ്ങി കൂടി കുഴപ്പമില്ല. കഴിഞ്ഞാൽ പിന്നെ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, അള്ളാന്റെ രക്ഷങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇത് സലാം പറഞ്ഞാൽ ഇന്ന് മനുഷ്യർ ഏറ്റവും സംസാരത്തിന്റെ കാലാണ് അല്ലെ. ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാ അല്ലാഹ്, ശരാശരി ഒരു മനുഷ്യരുടെ ദിവസം 4000-ലേറെ വാക്കുകൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ടെന്ന് ഈ ഫോണിന്റെ ആൾക്കാര്. പിന്നെ ഫോണുമ്മ തന്നെ ഇത്തിക്കാഫിരിക്കുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞത്. 3-4 മണിക്കൂറൊക്കെ അങ്ങനെ വിളിച്ച്, നേരത്തെ പറഞ്ഞ കസേരട്ട് കൊടുത്ത് ഓടുന്ന നാട്ടിലെ ഫോൺ എടുത്ത ആൾക്ക് കസേരട്ട് വെച്ച് കൊടുക്കണം. നീ ഇരുന്നേക്കണം കുറച്ച് കഴിഞ്ഞാൽ, അതിപ്പോഴും നിർത്താൻ പോണ കോളല്ല, നെറ്റാണ്. യാ അല്ലാഹ്, അങ്ങനെ ഇടങ്ങാറാക്കുന്നത് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കല്ല. സലാം പറയാ, സലാം പറഞ്ഞിട്ട് തുടങ്ങുക. വീട്ടിൽ കയറുമ്പോ സലാം പറയാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം. ആരോട്? വീട്ടുകാരോട്. ഇവിടെ ഉലമാവ് പഠിപ്പിക്കുകയാണ്, നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ വീട് പണി കഴിഞ്ഞ് എഞ്ചിനീയർ കീ നമ്മുടെ കയ്യിൽ തന്നു. അൽഹംദുലില്ലാ, ആ പുരയ്ക്ക് കിടക്കുകയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങളാണ് ആദ്യം കിടക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ പറയണം, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയാ. എന്നിട്ട് വാതിൽ തുറന്ന് കിടക്കുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതാണ് ആൾപ്പാർപ്പില്ലാത്ത പുരയ്ക്ക് ചെല്ലുമ്പോഴുള്ള സലാം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് പരിചയമുള്ളൊരു വാക്കാണല്ലോ. എവിടെണ്ട്? അത്തഹിയാത്ത് ഓതുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഒരു സ്റ്റോർ റൂം തുറക്കുകയാണ്.
ഒന്നുമില്ല. അള്ളാന്റെ ജിന്നുകൾ ഉണ്ടാകാം, മലക്കുകൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, ആരുമില്ല എന്ന് വിചാരിക്കാം. അസ്സലാമു അലൈന, നമ്മുടെ മേൽ അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാന്റെ സ്വാലിഹീങ്ങളായ മറ്റടിമകൾ, മനുഷ്യരാകാം, ജിന്നുകളാകാം, മലക്കുകളാകാം, ആരുമാകാം. അവിടെ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം പറഞ്ഞിട്ടേ കടക്കാവൂ. അത് ബറക്കത്താണ്, ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നോക്കൂ. ഇദാ ദഖല അർ-റജുലു ബൈതഹു, ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഫദകറല്ലാഹ ഇൻദ ദുഖൂലി, വീട്ടിൽ കടക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്താൽ, വഇൻദ തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്താൽ, ഖാല ശൈത്താൻ, പിശാച് വിളിച്ചു പറയും, ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണമില്ല, നിങ്ങൾക്ക് ഇവിടെ താമസവും ഇല്ല എന്ന് പിശാച് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കും. എന്തേ? വരക്കാരൻ കടന്നു തന്നെ സലാം പറഞ്ഞിട്ടാണ്. പിന്നെ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി. അപ്പോ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാചത് തിന്നൂല, പിശാചിന് തിന്നാൻ പറ്റൂല. നിങ്ങൾ സലാം ചൊല്ലാതെ പരക്ക് കിടന്നാൽ നിങ്ങളുടെ കൂടെ ആര് കിടക്കുന്നുണ്ട്? പിശാച് കൂടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ വീട്ടിൽ നിന്നും കച്ചറയാണ്, പ്രശ്നമായി. എന്തേ സലാം പറയാതെ വീട്ടിൽ കിടക്കുന്നത്? പിന്നെ കാണുന്ന മുഴുവൻ ദേഷ്യമാണ്, പിന്നെ ഏറാണ്, പിടുത്തമാണ്, പിന്നെ കണ്ടതിനും തൊട്ടതിനൊക്കെ പരാതിയാണ്. എന്തേ വിഷയം? കയറുമ്പോ സലാം പറഞ്ഞോ? എത്ര ദുആകളുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ, ഒക്കെ ചൊല്ലാനുള്ളതാണ്. അല്ലാഹുവേ, നല്ല ഒരു പ്രവേശനം ഞാൻ നിന്നോട് ചോദിക്കാൻ. ഭാര്യന്റെ അടുത്ത് അടി കിട്ടരുത്, അല്ല, അവിടെ പ്രശ്നം ഉണ്ടാവരുത്. വീട്ടിൽ ബറക്കത്ത് വേണം. അത് ആശ്വാസത്തിന്റെ വീടല്ലേ. ബൈത്ത് എന്ന് പറഞ്ഞ ആശ്വാസം കിട്ടേണ്ട സ്ഥല. ചെറുപ്പക്കാർക്ക് വീട്ടിൽ ഇത് കിട്ടാത്തപ്പോഴാ റോട്ടിലേക്ക് ഇറങ്ങുക. പാതിര നേരോളം റോട്ടിൽ നിന്നിട്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി അകത്തേക്ക് വരും. എന്റെ വീട്ടിന്റെ ഉള്ളിൽ യാതൊരു സമാധാനമില്ല. അവിടെ ചെന്നാൽ പരാതിയും പ്രശ്നങ്ങളും തല്ലും പിടുത്തവും ഇതൊക്കെ തന്നെയാണ്. എന്നാ പിന്നെ പുറത്തായിക്കൊള്ളാം. എന്തേ ഇങ്ങനെയൊക്കെ ഒഴിവായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയാം. വീട്ടിൽ കയറി ദുആ ചൊല്ലാൻ സമയം കിട്ടൂല, വാതിൽക്കൽ തന്നെ ദുആ ഇറക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത് ചൊല്ലണം. മറ്റൊരു ഹദീസിലുണ്ട്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അത് പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, പൈസല്ല നബിയെ, ഭയങ്കര ദാരിദ്ര്യമാണ്, പൈസല്ല നബിയെ, ദാരിദ്ര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറയാ, കയറിയ ഉടനെ ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുകയും ചെയ്യുക. ഫഅദറല്ലാഹു അലൈഹിൽ മാൽ ഹത്താ ഫാദ അലാ ജിറാനിഹി. ആ ഹദീസിൽ മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അയാൾക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, അയൽവാസികൾക്കും കിട്ടി ഒരുപാട് സമ്പത്ത്. എങ്ങനെ? ഓരോ തവണ വീട്ടിൽ കയറുമ്പോഴും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. അൽ ബഖറ ഓതാനാ പറഞ്ഞതെങ്കിൽ നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞേനെ, അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറ ഇത്ര ഓതാൻ എളുപ്പമുള്ള സൂറ. അപ്പൊ ഇങ്ങനെ സുന്നത്തുകളുണ്ട് വീട്ടിൽ കയറുമ്പോൾ. അത് വീട്ടിന്റെ ഉള്ളിൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ്, അവിടെ റാഹത്ത് ഉണ്ടാവാനാണ്. ഒരു സദസ്സിലേക്ക് കയറുമ്പോൾ സലാമിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അസ്സലാമു അലൈക്കും പറഞ്ഞതിന്റെ ഒരു താല്പര്യം കൂടെ അതാണ്. അസ്സലാമു അലൈക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഞാനും നിങ്ങളുമുള്ള ഈ ഇടപഴക്കത്തിൽ നിങ്ങളുടെ ഒരു മോശവും ഞാൻ പറയാൻ പോകുന്നില്ല. എന്റെ വശത്തു നിന്ന് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന അസ്സലാമു അലൈക്കും. നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാണ്. ഇനി പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞു. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്തും നമീമത്തും പറയണ്ട. നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാൻ, നിങ്ങളെന്ന് ഞാനും സുരക്ഷിതനാണ്. നമ്മൾ ആരും ആരെയും വേദനിപ്പിക്കൂല. ഇത് ഗ്യാരണ്ടിയാണ്. ഇത് പറഞ്ഞിട്ട് ഒരു സദസ്സിലേക്ക് വരുന്ന അസ്സലാമു അലൈക്കും, ഈ പറഞ്ഞതിനർത്ഥം എന്താ? ഞാൻ വരുന്നുണ്ട് കേട്ടോ, എന്നെ കൊണ്ടൊരു ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ, അത് ഉറപ്പിച്ചോളൂ. ഇങ്ങനെ വരുന്ന ആൾക്കാർ വിത്തനുണ്ടാക്കി പോയാൽ എന്ത് ചെയ്യും? അതാണ് ഇസ്ലാമിന്റെ സലാം. എന്തൊരു മഹത്തരമാണ്. ഒരു സദസ്സിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ സലാം പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലെങ്കിൽ അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം സ്വീകരിച്ചവർക്ക് രക്ഷ ഉണ്ടാകട്ടെ. മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അവിടെ കോട്ടക്കൽ ആര്യവേദശാലയുടെ പ്രോഗ്രാമിന് വന്ന സമയത്തുള്ള ഒരു അനുഭവം പറഞ്ഞത്,
അവിടെ ഒരുപാട് അമുസ്ലിമീങ്ങൾ വൈദ്യരും കുറെ വാര്യന്മാരും ഒരുപാട് മറ്റു അമുസ്ലിമീങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. തങ്ങളുടെ സംസാരത്തിന് നേരം തങ്ങൾ അസ്സലാമു അലൈക്കും ആ സലാം, അവിടെ ഒരു നമസ്കാരന്റെ കൂപ്പുകൈ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മുടെ സ്വന്തം ആൾക്കാർ ജയ് ഹിന്ദു എന്ന് പറഞ്ഞ് കൈയടിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കുക. മുസ്ലിമീങ്ങളാണ് അസ്സലാമു അലൈക്കും പറ, നീ അസ്സലാമു അലൈക്കും പറഞ്ഞു തുടങ്ങ്. നിന്റെ മുമ്പിൽ മുസ്ലിം ഒരാളുണ്ടോ ആ സലാം അയാൾക്ക് കിട്ടൂലേ? നിന്റെ നമസ്കാരം കൂപ്പുകയും നിന്റെ ഈ മുഷ്ടിയൊക്കെ ആർക്ക് വേണം? അത് ആർക്ക് ഉപകാരപ്പെടും? അസ്സലാമു അലൈക്കും തങ്ങളുടെ ആ ഒരു ഭയങ്കര സംഭവം. ആ ഒരു സദസ്സിൽ മുസ്ലിങ്ങളുണ്ട്, കോട്ടക്കൽ അങ്ങാടിയല്ലേ, അമുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്. ആ പരിപാടി ആര്യവിദേശാന്റെ പ്രോഗ്രാം, യാ അല്ലാഹ്, അതിന്റെ ഒരു വാർഷിക പരിപാടി. അസ്സലാമു അലൈക്കും വറഹ്മത്ത്, തങ്ങളുടെ ആ ശൈലിയിൽ സലാം പറഞ്ഞിട്ട് തന്നെ തുടങ്ങുന്നത്. യാ അല്ലാഹ്, സലാം പറയും. അള്ളാഹുവിന്റെ രക്ഷക്കുള്ള പ്രാർത്ഥനയാണ്. അത് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കണം. ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ ത്വയ്യിബ. സലാം എന്ന് പറഞ്ഞത് മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ്. ത്വയ്യിബ ഏറ്റവും പരിശുദ്ധമാണ്. അതിലും നല്ലൊരു ഗ്രീറ്റിംഗ് നമുക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞോളി, ശുഭ പ്രഭാതം ഉണ്ടാകട്ടെ എന്നൊരു ആശംസ തന്നെയാണത് അല്ലെ. ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു നല്ല ഒരു ആഫ്റ്റർനൂൺ ഉണ്ടാകട്ടെ എന്നൊക്കെ, അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി എന്നൊക്കെ ആകട്ടെ. പക്ഷേ മുസ്ലിമീങ്ങൾ പറയേണ്ടത് എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സലാം നല്ലോണം വർദ്ധിപ്പിക്കും മുഅ്മിനീങ്ങളെ. സ്വന്തം ഗ്രൂപ്പുകാർക്ക് മാത്രം സലാം പറയുന്ന കാലാണ്. സ്വന്തം ഗ്രൂപ്പുകാർക്കും അല്ലാത്തോടും ഉണ്ടാകും ഇസ്ലാം ആരെ ഇസ്ലാം എന്ന് ഓർത്ത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ള മുസ്ലിമീങ്ങളോട് മറ്റൊരു ഗ്രൂപ്പുകാരൻ പറയും സലാം പറയാൻ പാടില്ല. മൂപ്പരെ പിന്നിൽ നിസ്കാരം ചെയ്ത് എന്തേ പ്രശ്നം? മൂപ്പരെ നമ്മളാൾ അംഗീകരിക്കലില്ല. യാ അല്ലാഹ്, അള്ളാന്റെ ദീനല്ലേ നമ്മളിപ്പോ. അഫ്ശു സലാം, സലാം പറഞ്ഞേക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ പറയുന്ന സലാം ആരും മടക്കാതിരിക്കട്ടെ. അപ്പൊ ആൾക്കാർ, പടച്ചോനെ നിങ്ങളെ സലാം മടക്കാതിരിക്കേ? അതെ, നിങ്ങൾ മടക്കാതിരുന്നാൽ അള്ളാഹു എനിക്കതിന് മറുപടി പറഞ്ഞുതരും. അള്ളാഹുവിന്റെ സലാം എനിക്കുണ്ടാവും. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടേതല്ലേ കിട്ടുന്നുള്ളൂ, എനിക്ക് അള്ളാന്റെ മറുപടി കിട്ടും. ഞാൻ കൊതിച്ചു പോകാറുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അഫ്ശു സലാം, തന്റെ പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാണ് ഈ വരുത്തി വെക്കുന്നത്. സ്വന്തം അനുയായികൾ, മെമ്പർഷിപ്പുള്ള ആളോട് മാത്രം സലാം പറഞ്ഞാൽ മതി. എന്ത് ദീനാ ഇത്? എന്ത് ദീനാണ്? ദീനാണോ ഈ പറയുന്നത്? അള്ളാന്റെ ദീനാണോ ഈ പറയുന്നത്? അഫ്ശു സലാം, മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞേക്കണം. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കീൻ. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചേക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, അന്തസ്സിൽ സ്വർഗ്ഗത്തിൽ പോകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ സലാം പറയണം. വീട്ടിൽ കയറുമ്പോ സലാം. ഇനി നമ്മൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് പോവാണ്, വീട്ടിൽ ആരുമില്ല, റൂമിൽ ആരുമില്ല, നമ്മൾ എന്ത് സലാമ പറയപ്പോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യനുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം പറയണം. പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിലൊരു ഖുർആൻ ക്ലാസോ ഇൽമിന്റെ സദസ്സോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സലാം പറയൽ മഹ്ദൂറാണ്. മഹ്ദൂർ എന്ന് പറഞ്ഞാൽ ഹറാം, പറയാൻ പാടില്ല. ഒരു ഖുർആൻ ക്ലാസ് നടക്കുക, അസ്സലാമു അലൈക്കും, പള്ളിയിൽ പറ്റൂല കേട്ടോ. നിങ്ങൾ സദസ്സിൽ പോണേ പറഞ്ഞോളി, കേൾക്കുന്ന ഒരു മറുപടി പറയും വേണം. പക്ഷേ ഒരു പള്ളിയിൽ ഇൽമിന്റെ മജ്ലിസ് നടക്കുമ്പോൾ സലാം പറയരുത്. പള്ളിയിൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ അവിടെ സലാം പറയരുത്. പള്ളിയിൽ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കെ, ആ ഖുർആന് തടസ്സമാകുന്ന രീതിയിൽ സലാം പറയാൻ പാടില്ല. ഇത് മൂന്നും നടക്കണില്ല. അവിടെ ഒരു മുസ്ലിമായ മനുഷ്യർ ഇരിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ദഖൽതും ബുയൂതൻ, വീട്ടിലേക്ക് എന്ന് വന്നാൽ ആ ബുയൂത്ത് എന്ന വാക്കിന് മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അൽ മസാജിദ്, അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് വരുമ്പോൾ സലാം പറയണം എന്നാണ്. എപ്പോഴാണ് പറയേണ്ടത്? അവിടെ ഒരു ഇൽമിന്റെ സദസ്സ് നടക്കുന്നില്ല, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തിട്ടില്ല, നിസ്കാരം നടക്കുന്നില്ല, പിന്നെ അവിടെ ഒരു ഖുർആൻ ഓത്ത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ സലാം പറഞ്ഞേക്കണം. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ചിലർ കാണാം, അസ്സലാമു അലൈക്കും. അങ്ങനെ സലാം പറയണ്ട, അത് ദിക്ർ ചൊല്ലുന്ന നേരമാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം പറയലപ്പോഴാ? നിങ്ങൾ കടന്നു വരുമ്പോഴാണ്. നിങ്ങൾ വരുമ്പോ സലാം ഞാൻ വരുന്നുണ്ട് കേട്ടോ, എന്നെ കൊണ്ട് ഒരു ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ, അതാണ് പറയണത്. നമുക്ക് ശരിക്കും ഓർമ്മ വേണം. തിരിച്ചു പോകാൻ ഞാൻ പോവാണ് കേട്ടോ, നിങ്ങളെ പറ്റി ഒരു ഗീബത്തിന്റെ നിമിത്തം ഞാൻ പറയൂല കേട്ടോ. എന്നിൽ നിന്ന് നിങ്ങൾ സലാമത്താണ്, നിങ്ങൾ സുരക്ഷിതരാണ്. യാ അല്ലാഹ്, ഇങ്ങനെ മഹിതമായ അഖ്ലാഖുകൾ, സംസ്കാരമാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്.